ചേട്ടാ, കേന്ദ്ര പദ്ധതിയിൽ വരുന്ന നാഷണൽ ഹൈവേകൾ പോലും തന്റെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ തന്റെ അമ്മായിച്ചന്റെ കഴിവുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് റീല് വിട്ട് നടക്കുന്ന നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് മോദിയുടെ വക നല്ല ഒരു ഇടിവെട്ട് പണി കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ ദേശീയപാത ഉദ്ഘാടനത്തിന് മോദി വരുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വരെ ക്ഷണിച്ചിട്ടും PWD വകുപ്പ് മന്ത്രിയായിട്ടുള്ള റിയാസും അദ്ദേഹത്തിന്റെ അമ്മായിപ്പനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ മരുമോൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അമ്മായിപ്പൻ പോയിട്ടില്ല. എന്താണെങ്കിലും റിയാസ് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ഒരു ചളിപ്പിലാണ് എല്ലാവരും ഉള്ളത്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? ആ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട്. അതായത് പ്രശാന്തേ, എന്നാലും എന്നെ വിളിച്ചില്ലല്ലേ, കഷ്ടമായി പോയി, മോശമായി പോയി, വളരെ മോശമായി പോയി. അപ്പൊ നമ്മള് ഒരു സിനിമയിൽ ഒരു ഇതുണ്ടല്ലോ, സിനിമയാണോ അതേ നമ്മുടെ കോഴിക്കോട്ടത്തെ നമ്മുടെ കലാകാരന്മാര് മിമിക്രി കലാകാരന്മാര് ഈ ഒരു ഈങ്കിലോ വിളിച്ചോണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ നമ്മള് നാളെ കാണണ്ടേ എന്നൊരു ആ കലാകാരന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ആയിക്കോട്ടെ, അയാളെ മറ്റേ ഇതിലൊക്കെ ഉണ്ട് നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള. അതെ, എന്തായാലും കോഴിക്കോടത്തെ കലാകാരന്മാരുടെ ആ കണ്ട ആ സ്കിറ്റ് ഉണ്ടല്ലോ, ആ സ്കിറ്റിന്റെ ഒരു ഭാഗം എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് മിമിക്രിയിലെ ഏതായാലും ഹരീഷ് കണാരനും അതെ, ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ പ്രശാന്തിനറിയാം, നമ്മൾ കണ്ടതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി. ഇവിടെ ആകെ കേരളം ചെയ്യുന്നത് എന്തെന്നറിയോ? കേരളം ചെയ്യുന്ന കുറച്ച് സ്ഥലം കണ്ടെത്തി കൊടുക്കും. ഈ സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഒരു മന്ത്രിയും ഇങ്ങനെ ഒരു സർക്കാരും? പണി ചെയ്യുന്ന അത്രയും അവരല്ലേ. എന്നിട്ട് ഈ പണി അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കേന്ദ്ര പദ്ധതിയിൽ നിന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പ് നിന്ന് ഞാൻ എൻ്റെ അമ്മായി അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് റീൽസ് ഇട്ട് ചേട്ടാ, ഇതിനകത്ത് ഈ റിയാസിന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് എത്ര ലൈക്കുകാരൻ്റെ റീല് വരേണ്ട ദിവസമായിരുന്നു, എത്ര റീല്. അദ്ദേഹം അതിന്റെ മുന്നിൽ നിന്ന് ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന് ഇതെല്ലാം എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് റീല് വിട്ട് ഇന്നൊന്ന് റീച്ച് ആവേണ്ട സമയത്ത് അതെല്ലാം പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റീച്ച് നഷ്ടപ്പെട്ടത് പ്രധാനം. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നറിയോ, എന്തുകൊണ്ട് BJP ക്ഷണിച്ചില്ലെന്ന് ചോദിച്ചാൽ, ഇത് ഇന്നിപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അതായത് എറണാകുളം ജില്ലയിൽ പ്രശാന്തിനെ പോലെയും എന്നെപ്പോലെയും ജീവിതം കരുപിടിപ്പിക്കാനായി വന്നു കിടക്കുന്ന നിരവധി പേരുള്ള ഒരു സ്ഥലം. അവിടെ മോദിജി വന്നിറങ്ങുമ്പോൾ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വികസനം, ഇത് എറണാകുളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റു ജില്ലകൾ വികസിക്കാത്തതെന്നല്ല, ദിവസേന വികസിക്കുന്ന. അതെ, ദിവസേന വികസിക്കുന്ന. ഇപ്പം എറണാകുളത്തിന് കൊള്ളാൻ കഴിയുന്നില്ല, കാര്യം ഇവിടെ നമ്മളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ട് കൊള്ളാൻ കഴിയാത്ത രീതിയിലൂടെ അത്രയ്ക്ക് ആളായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വികസന നേട്ടം എന്ന് പറയുന്ന ഒരു പ്രക്രിയ BJP ചെയ്യുന്നിടത്ത് അതിന്റെ അവകാശം, അതിന്റെ അട്ടിപ്പേറ് ഞങ്ങൾക്കും കൂടെ ആണെന്ന് പറഞ്ഞ് ഒന്ന് ഒച്ചം പറ്റി ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം വെച്ച് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ ആവും. അതെ, ഈ ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന കഥ അറിയാമല്ലോ. അതുപോലെ ഈ വേദിയിൽ ഇവരും കൂടെ വന്നിരുന്ന അപ്പൊ ബുദ്ധിപൂർവ്വം BJP ചെയ്തൊരു നീക്കം തന്നെയാണ്. കാര്യം മോദിജിക്ക് അദ്ദേഹത്തിന് എഴുതിക്കൊണ്ട് എങ്ങനെ തെറി പറയാൻ പറ്റും? അദ്ദേഹത്തിന് എഴുതിക്കൊണ്ട് തെറി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഭരിച്ച് മുടിച്ച് കട്ട് മുടിച്ച് അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഭരണകാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ, അതായത് 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് മോദി ഇവിടെ വന്നു പോയത്. അന്ന് ഇവിടെ സ്വർണം മറ്റേ ചെമ്പിൽ കടത്തിക്കൊണ്ടുപോയി, എന്തോ ഇതിൽ മറ്റേ ബിരിയാണി ചെമ്പി കൊണ്ടുപോയ നയനേന്ദ്ര ബാഗേജിന്റെ വിഷയമൊക്കെ അറിയാമല്ലോ. അന്നും അദ്ദേഹം, എനിക്ക് ഓർമ്മയുണ്ട്, മറൈൻ ഡ്രൈവിൽ അദ്ദേഹം വന്നുപോയ രംഗമൊക്കെ നല്ല ക്രൗഡായിരുന്നു അന്നിവിടെ. മോദി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു എറണാകുളത്ത് ക്രൗഡ് ഉണ്ടാവും. എറണാകുളത്ത് നല്ല കേരളത്തിലെ ഏത് സ്ഥലം, കാരണം നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങളിൽ അതൊരു എന്താ പറയുന്നത്, ഈ തൃശ്ശൂർ പൂരത്തിന് കൊമ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന പോലെ ഒരു ഭംഗിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പവർ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു നമ്മൾ പറയുന്ന ഓറ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്, അതെ, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ആകർഷണം. ഏത് രാഷ്ട്രീയത്തിൽ നമുക്ക് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിലും അതുകൊണ്ടാവും. ശരി, അവിടെ നിന്നോട്ടെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അമ്മാവനെ വിളിച്ചില്ല, അല്ല അമ്മാവനെ വിളിച്ചു, അതെ, അമ്മാവനെ വിളിച്ചു, മരുമകനെ വിളിച്ചില്ല. പിന്നെ അവർക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? എന്നാലും ഇതൊക്കെ വേണമെന്ന് ചോദിച്ചതിനോടൊപ്പം ചോദിക്കുന്നുണ്ട്, എൻ്റെ പേര് അതിൽ വെച്ചില്ലല്ലോ. അപ്പം BJPക്കാർ പറയുന്നത് സാങ്കേതികമായി ഇത് അറിയിക്കാനുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന്റെ ഓഫീസിൽ ഇത് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു തരംഗം. അപ്പൊ ഇവർക്ക് പറയുന്നത്, എന്തുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ നിങ്ങൾ വിളിച്ചു? അതിൽ ഡെസിഗ്നേഷൻ എന്തെന്നറിയോ വെച്ചേക്കുന്നത്? മുൻ കേന്ദ്രമന്ത്രി എന്നാ. അതെ. പക്ഷെ എന്താണെങ്കിലും റിയാസിന്റെ പത്രസമ്മേളനത്തിൽ റിയാസ് പറയാനുള്ളത് സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട കഥയെക്കുറിച്ചാണ്. ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കേന്ദ്ര പദ്ധതി വരുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് സംസ്ഥാന എന്ന തന്റെ അമ്മാവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കേന്ദ്രത്തിലെ മന്ത്രി അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കേന്ദ്ര പദ്ധതി വരുമ്പോൾ അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുകളുടെ ചുമതല. അത് ഏത് സംസ്ഥാനമാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഒരു പദ്ധതി വരുമ്പോൾ അതിന് സുഗമമായി മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത്
അത് ഈ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്, അല്ലാതെ അത് റിയാസിന്റെ ഔദാര്യമല്ല. തീർച്ചയായിട്ടും റിയാസിന്റെ ഔദാര്യമല്ല. പ്രശാന്ത്, അതിൽ എന്തെന്നറിയോ, ഒരു കാര്യം കൂടി പറയുമ്പോൾ ഇത് കൂടെ പ്രശാന്ത് പറയണം. അതായത് ഇതിന്റെ കാരണം വ്യക്തമാണ്. ദേശീയപാത എന്ന് പറയുന്നത് അതിന്റെ ഈ സ്ഥലമെടുക്കുന്നതൊക്കെ കേരളത്തിലാണ്. ആ ഒരു ഇതാണ് അദ്ദേഹം ഓരം പറ്റുന്നത്. അതെ, ഞാൻ പറയട്ടെ, ഈ കഴുതപ്പുലി എന്ന് പറയുന്ന ഹൈന എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് വനത്തിൽ. അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേട്ടയാടുകയും ചെയ്യും, എന്നാൽ അത് പലപ്പോഴും സിംഹക്കൂട്ടങ്ങളുടെ കൂട്ടത്തിലാവും അത് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഹം പങ്ക് പറ്റിയിട്ട് മിച്ചം വരുന്ന ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കൂട്ടങ്ങളാണ് ഹൈനകൾ, മടിയന്മാരാണ്. നമ്മുടെ റിയാസിനെ ഞാൻ ഹൈനയായിട്ട് കണക്ക് കൂട്ടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്ര സർക്കാരാകുന്ന സിംഹക്കൂട്ടങ്ങളുടെ ആഹാരത്തിൽ നിന്ന് മിച്ചം വരുന്നത് തിന്നിട്ട് അതെല്ലാം ഞാൻ വേട്ടയാടി തിന്നതാണെന്ന് പറയുന്ന ഹൈനയെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ റിയാസ് ഇവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന റിയാസ് പറഞ്ഞ് ഞാൻ സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ റിയാസിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന വെച്ച് റോഡിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിരിക്കുന്നതല്ല. മനസ്സിലായോ? കേന്ദ്ര ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. അല്ലാതെ റിയാസ് പോക്കറ്റിൽ നിന്ന് മോനെ ഞാൻ സ്ഥലത്തിന് ഇത്ര രൂപ തരുന്നു എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിട്ട് സ്ഥലം മേടിച്ചിട്ടുള്ള അല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ അമ്മായിയപ്പനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, മരുമോന്റെ കുണ്ടാമണ്ടിത്തരങ്ങൾക്ക് എല്ലാം തുണി പൊക്കി ചാടാൻ നിൽക്കുമ്പോൾ താങ്കൾ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അത് ഭയങ്കര മോശമാണ്. ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മോശം 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 വളരെ മോശം എന്നുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുട്ടായിച്ചിരി കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെയാണ്. അതിന് ഒക്കത്ത് വെച്ചോണ്ട് നടക്കുവാണ്. മരുമോനില്ലെങ്കിൽ ഞാനില്ല. ഇങ്ങേർക്കുന്ന ഇത്ര പ്രായം അല്ല, ഇത് നമ്മൾ പറയണം പ്രശാന്ത്, ഇത് പറയണം. ഈ മലപ്പുറത്ത് കുരിയാട് ആ പറയുന്ന പാല ഇടിഞ്ഞ് വീണപ്പോ അന്ന് ആ ഏരിയയിൽ കണ്ടായിരുന്നോ? ഇല്ല, ആ ഏരിയ കണ്ടായിരുന്നോ? അല്ല, പൊങ്ങി നിൽക്കുന്നതിന്റെ അടുത്ത പുള്ളി നമ്മൾ കണ്ടോ? എന്റെ പൊന്നിയാണ്, ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകൾക്ക് വെട്ടി നിരത്തി മാത്രമേ ശീലമുള്ളൂ. ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി ശീലമില്ല. പിന്നെ വല്ലവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പങ്ക് പറ്റും. ഇത് കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു സാധനം നല്ല രീതിക്ക് പോവാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കൊടി കുത്തുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പൂട്ടിക്കെട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെങ്കിലും പൂട്ടിക്കെട്ടിയും കൊടികുത്തിയും നടന്ന് ശീലിച്ച് എന്താ പറയുന്നത്, ഈ പറഞ്ഞ ഹൈനക്കൂട്ടത്തെ പോലെ കേന്ദ്രത്തിന്റെ പങ്ക് പറ്റി ഒന്ന് ഞെളിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ വളരെ മോശമായി പോയത്. അതായത് ഇവർ കരുതുന്നത് ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, BJP-ക്കാർക്ക് ബുദ്ധിയില്ലെന്നാണ്. BJP-ക്കാർക്ക് അറിയാം ഈ വേദിയിൽ വന്നിരുന്നു കൊണ്ട് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇരുന്നാൽ പോലും ക്രെഡിറ്റ് അടിക്കും. അറിയോ? മുഖ്യമന്ത്രി ഇരുന്നാൽ പോലും ക്രെഡിറ്റ് അടിക്കും. അത് നരേന്ദ്രമോദിക്ക് അറിയത്തില്ലയോ? അറിയാം. എന്റെ പൊന്നെ ചേട്ടാ, അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കണ്ടിട്ടാണ് പുള്ളി കേന്ദ്രത്തിൽ ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പുള്ളി കൂടുതൽ ഇരുത്തിയിട്ടുള്ളവർ അതിനെക്കാട്ടി ബുദ്ധിയുള്ളവന്മാരാണ്. എന്താണെങ്കിലും ഒറ്റ കാര്യം പറയാനുള്ളൂ, നല്ല വിഷമം കാണുമല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതെ അതെ, അല്ല കരഞ്ഞു തീർക്കാന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് വീണ്ടും വീണ്ടും ആ പാട്ട് നമുക്ക് പാടാം. അതെ അതെ.